തൃശൂർ വേലൂരിലെ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണം കവർന്ന സംഭവത്തിൽ 2 പേർ എരുമപ്പെട്ടി പോലീസിന്റെ പിടിയിലായി. വെള്ളറക്കാട് മനപ്പടി സ്വദേശി രാഹുൽ, നെല്ലുവായ് സ്വദേശി മാധവ് എന്നിവരെയാണ് അറസ്റ്റിലായത്. സ്വർണ്ണാഭരണം വാങ്ങാനെന്ന വ്യാജേന ജ്വല്ലറിയിലെത്തി മാലയെടുത്ത് ഓടി സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 28-ാം തീയതിയാണ് സംഭവം. വെല്ലൂർ സ്വദേശി ഫ്രാൻസി എന്നാളുടെ ഉടമസ്ഥതയിലുള്ള ജോൺസൺസ് ഫാഷൻ ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. വെല്ലൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രവർത്തിക്കുന്ന ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണം എടുക്കാനെന്ന വ്യാജേനെ മാസ്ക് ധരിച്ച് കയറിച്ചെന്ന പ്രതികളിൽ ഒരാൾ 3 പവന്റെ താലിമാല ആവശ്യപ്പെടുകയായിരുന്നു. മാല നൽകിയപ്പോൾ അത് കഴുത്തിലിട്ട് ജ്വല്ലറിയിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. കുറച്ചകലെ സ്കൂട്ടറുമായി 2ാം പ്രതി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ജ്വല്ലറി ഉടമ പുറകിൽ ഓടിയെങ്കിലും പ്രതികൾ സ്കൂട്ടറിൽ കയറി കടന്നു കളഞ്ഞു. വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച ബൈക്കിലെത്തിയാണ് പ്രതികൾ മോഷണം നടത്തിയത്. തുടർന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ സ്പെഷ്യൽ കോർട്ട്, എരുമപ്പെട്ടി പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും റോഡരികിലെ 50ഓളം നിരീക്ഷണ ക്യാമറകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തൃശൂർ അത്താണിയിൽ വെച്ച് ഇവർ പിടിയിലായത്. ആസൂത്രിതമായി മോഷണം നടത്തിയ പ്രതികൾ സ്വർണം വിറ്റുകിട്ടിയ പണം ഉപയോഗിച്ച് ആർഭാട ജീവിതം നയിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.